എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിലെ ഒരു കൺസെപ്റ്റാണ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ 3-ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻസെൻറ്റീവ് പ്ലാൻസ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ആർ പെയ്ഡ് ബോണസ് ഓർ പ്രീമിയം ഫോർ അഡീഷണൽ വർക്ക്. ദിസ് അഡീഷണൽ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസെൻറ്റീവ് വേജസ്. ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറയുന്നത് വർക്കേഴ്സിന് ഇൻസെൻറ്റീവ് നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ, കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാണ് ഇത് ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആർ ഗെറ്റ് മോർ ഇൻസെൻറ്റീവ്സ്, മോർ അഡീഷണൽ പേയ്മെൻറ്റ് ഫോർ അഡീഷണൽ പ്രൊഡക്ഷൻ. അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനെന്ത് ചെയ്യുന്നു? അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം, ഒരു ബോണസ്, ഒരു എമൗണ്ട് പേ ചെയ്യുന്നു. അതിനെയാണ് ഇൻസെൻറ്റീവ് പ്ലാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദിസ് അഡീഷണൽ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസെൻറ്റീവ് വേജസ്. ഈ അഡീഷണൽ പേയ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസെൻറ്റീവ് വേജ് എന്ന് പറയുന്നത്. ദ ഇൻസെൻറ്റീവ്സ് ആർ ഗിവൺ ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ബിയോണ്ട് എ സ്റ്റാൻഡേർഡ് ആൻഡ് ലെവൽ. ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നുകൊണ്ട് ഒരു നിശ്ചിത നിലവാരത്തിനപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസെൻറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു നിലവാരത്തിൽ ഒരു നിശ്ചിത അളവിലുള്ള പ്രൊഡക്റ്റ്, ഒരു നിശ്ചിത നിലവാരത്തിൽ ഉള്ള പ്രൊഡക്റ്റാണ് സാധാരണ, പ്രൊഡക്ഷനാണ് സാധാരണ ഒരു ഫേമിൽ നടക്കുന്നത്. സോ ആ പ്രൊഡക്ഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡിനേക്കാളും മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നു. സോ അഡീഷണൽ പ്രൊഡക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? അതിനൊക്കെ അഡീഷണൽ പേയ്മെൻറ്റ് ഇൻസെൻറ്റീവുകളായിട്ട് കൊടുക്കും. അതാണ് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ ആൾക്കാർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അവർക്ക് എന്ത് ചെയ്യും? അഡീഷണൽ പേയ്മെൻറ്റ്സ്, ഇൻസെൻറ്റീവ് കിട്ടും. സോ അഡീഷണൽ ഇൻസെൻറ്റീവ് എന്നുള്ള, പേയ്മെൻറ്റ് എന്നുള്ള ഒരു മോട്ടീവ് കാരണം എന്ത് ചെയ്യും? ഇവിടെ എംപ്ലോയീസ് കൂടുതൽ പ്രൊഡക്ഷനിൽ ഏർപ്പെടും, കൂടുതൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് അവർക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇറ്റ് ഇൻക്രീസ് ദ ടോട്ടൽ വേജ് ഓഫ് വർക്കേഴ്സ്. എംപ്ലോയീസിൻ്റെ ടോട്ടൽ വേജ്, മൊത്തം കൂലിയെ ഇൻക്രീസ് ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു നിശ്ചിത വേജ് അവർക്ക് കിട്ടുള്ളൂ. എന്നാൽ സ്റ്റാൻഡേർഡ് ലെവലിനപ്പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഇൻസെൻറ്റീവ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ വേജ്, ടോട്ടൽ വേജിൽ എന്ത് ചെയ്യുന്നു? ഡിഫറൻസിയേഷൻ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യും. കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യും. അതിലൂടെ എന്ത് ചെയ്യും? സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഇറ്റ് മോട്ടിവേറ്റ്സ് ദ വർക്കർ ടു വർക്ക് മോർ. ഇൻസെൻറ്റീവ് നൽകപ്പെടും, ഇൻസെൻറ്റീവ് കിട്ടും, അഡീഷണൽ പേയ്മെൻറ്റ് കിട്ടുമെന്നുള്ള ഒരു മോട്ടീവ് കാരണം, അല്ലെങ്കിൽ ആ ഒരു കാരണം എന്ത് ചെയ്യുന്നു? ആളുകൾ പ്രേരിതമായിട്ട് എന്ത് ചെയ്യുന്നു? ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ഇറ്റ് വിൽ ഇംപ്രൂവ് ഡിസിപ്ലിൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. സ്ഥാപനത്തിൽ ഡിസിപ്ലിനും ഇൻഡസ്ട്രിയൽ റിലേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആബ്സെൻറ്റീസം ആൻഡ് ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് സ്ഥാപനത്തിൽ എന്ത് ചെയ്യും? ജോലിക്കാർ ആബ്സെൻ്റ് ആകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ലീവ് ആകുന്നത്, ഒഴിവാകുന്നത്, അതുപോലെ ലേബർ ടേൺ ഓവർ, തൊഴിലാളികളുടെ കൊഴിഞ്ഞു പോക്ക്, ഇതെല്ലാം റെഡ്യൂസ് ചെയ്യുവാൻ എന്ത് ചെയ്യും? ഇതിലൂടെ സാധിക്കും. കാരണം കൂടുതൽ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യും? ആ എംപ്ലോയീസ് റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഫെസിലിറ്റേറ്റ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റുകളെ ഏറ്റവും നന്നായിട്ട്, അതായത് എക്യുപ്മെൻറ്റുകൾ, ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാവും പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള, ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റുകളെയും വളരെ എഫക്റ്റീവായിട്ട് ബെറ്റർ യൂട്ടിലൈസ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. സോ ഇതൊക്കെയാണ് എന്ത്? ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു നല്ല സൗണ്ട് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രീ റിക്വിസിറ്റ്സ് ഓഫ് സൗണ്ട് ഇൻസെൻറ്റീവ് സിസ്റ്റം? ഒരു കമ്പനിയിൽ, ഒരു ഫേമിൽ ഒരു നല്ല ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രീ റിക്വിസിറ്റായിട്ട്, അവിടെ മുൻകൂട്ടി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോഓപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. ആദ്യമേ വേണ്ടത് ഒരു സൗണ്ട് ഇൻസെൻറ്റീവ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ കോഓപ്പറേഷൻ വേണം, സഹകരണം വേണമെന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ഇക്വിറ്റബിൾ ആണ്. അതായത് എല്ലാ എംപ്ലോയീസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇൻസെൻറ്റീവ് പേ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തത് ഇൻസെൻറ്റീവ് സിസ്റ്റം മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ ലെസ് കോസ്റ്റ്ലി, ചിലവ് കുറഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട് ഇൻസെൻറ്റീവ് സ്കീം ആണെങ്കിൽ അവിടെ കെയർഫുൾ ആയിട്ടുള്ളൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇറ്റ് ഓൾസോ ഗ്യാരണ്ടി മിനിമം വേജസ്, അതെന്ത് ചെയ്തിരിക്കണം, ഒരു മിനിമം വേജസ് എന്ത് ചെയ്യണം, ഗ്യാരണ്ടി ചെയ്തിരിക്കുകയും വേണം. അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആവശ്യമായ അളവിലുള്ള ഇൻസെൻറ്റീവുകൾ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതുപോലെ ടൈംലി പേയ്മെൻറ്റ്, ഇൻസെൻറ്റീവുകൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, സമയാസമയത്ത് തന്നെ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പേ ചെയ്യുകയും വേണം. അതുപോലെ സീലിംഗ് ഓൺ ഏണിങ്സ്, എത്ര ഏണിങ്സിലൊരു സീലിംഗ് വെക്കണം, ഒരു പരിധി വെക്കണം. ഒരു എംപ്ലോയിക്ക് പരമാവധി എത്ര രൂപ വരെ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസെൻറ്റീവും സാലറിയും അടക്കം പരമാവധി എത്ര രൂപ വരെ പോകാം എന്നുള്ള ഒരു സീലിംഗ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഇതിലൂടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഒരു സൗണ്ട് ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ പ്രീ റിക്വിസിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദി ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീം. ഏതെല്ലാം തരത്തിലുള്ള ഇൻസെൻറ്റീവ് സ്കീമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീം. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം, സെക്കൻഡ് വൺ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീം. 2 ഇൻസെൻറ്റീവ് സ്കീമുകളുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം, രണ്ടാമത്തേത് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീം. ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം. Under the individual incentive plans, the earnings of an individual worker are based only on his performance. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഏർണിങ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വർക്കർ, ഒരു വ്യക്തിയുടെ ഏർണിങ്സ്, വരുമാനം, ഇൻഡിവിജ്വൽ വർക്കറുടെ ഏർണിങ്സ് ബേസ്ഡ് ഓൺലി ഓൺ ഹിസ് പെർഫോമൻസ്, ആ വ്യക്തിയുടെ തന്നെ പെർഫോമൻസിൽ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് ഒരു ഇൻഡിവിജ്വൽ വർക്കർ നന്നായി പെർഫോം ചെയ്താൽ അയാൾക്ക് നല്ല ഏർണിങ്സ് കിട്ടും. നന്നായി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യില്ല, ഏർണിങ്സ് അത്രത്തോളം കിട്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമുകളെന്ന് ചോദിച്ചേക്കാം. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്. ടൈം ബേസ്ഡ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവിൻ്റെ ഭാഗമാണ് ഹാൾസേ പ്ലാന്, റോവൻ പ്ലാന്, എമേഴ്സൺ പ്ലാന്, ബേഡിക്സ് പ്ലാന്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്സ് ആണ് ടൈലേഴ്സ്, അതുപോലെ തന്നെ നാട്സ്, ടാസ്ക് സിസ്റ്റം, മെറിറ്റ് പ്ലാൻ എന്നിവ. ഇവയെല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം. സോ ടൈം ബേസ്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ടൈം ബേസ്ഡ് പ്ലാൻ ആണ്. ഇവിടെ വർക്കേഴ്സ് ആർ റിവാർഡഡ് ഫോർ ബെറ്റർ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സേവ്ഡ് ഇൻ കംപ്ലീറ്റിംഗ് എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് വിത്തിൻ എ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ബേസ്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. എങ്ങനെ? ഓൺ ദ ബേസ് ഓഫ് ടൈം സേവിങ്. ഇവിടെ ടൈം സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലി ഒരാൾ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യുന്നു, 2 മണിക്കൂർ സേവ് ചെയ്യപ്പെടുന്നു. സോ അതിനെന്ത് ചെയ്യുന്നു, ഉള്ള ഒരു എമൗണ്ടാണെന്ത്, ഒരു എമൗണ്ട് റിവാർഡ് കൊടുക്കുന്നതിനെയാണ്, അത്തരത്തിൽ റിവാർഡ് കൊടുക്കുന്നതിനെയാണ് ടൈം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ടൈം ബേസ്ഡ് ഇൻസെൻറ്റീവിൽ ഒന്നാമത്തേതാണ് ഹാൾസേ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം, എ മിനിമം ടൈം വേജ് ഈസ് ഗ്യാരണ്ടീഡ് ടു എവരി എംപ്ലോയി. ഇവിടെ ഒരു മിനിമം ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഓരോ എംപ്ലോയിക്കും. ഇഫ് എ വർക്കർ കംപ്ലീറ്റ്സ് ഹിസ് ജോബ് ഇൻ ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് ടൈം, ഒരു വർക്കർ അയാളെ ജോലി നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ തീർക്കുകയാണെങ്കിൽ ഹി വിൽ ഗിവൺ ബൈ എ ബോണസ്. അയാൾക്ക് എന്ത് ചെയ്യും, ഒരു ബോണസ് കിട്ടുമെന്നുള്ളതാണ്. അത്തരത്തിൽ ടൈം സേവ് ചെയ്തതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ബോണസ് 33% മുതൽ 66% വരെ ആയിരിക്കും. അതായത് 2/3 ആയിരിക്കും. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എളുപ്പത്തിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു മെത്തേഡാണ്. മിനിമം വേജ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് നല്ല റിവാർഡ് കിട്ടും. ഇത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്ലാനാണെന്ന് പറയുന്നു ഹാൾസേ പ്ലാൻ. ദെൻ സെക്കൻഡ് വൺ റോവൻ പ്ലാൻ. റോവൻ പ്ലാന് ഹാൾസേ പ്ലാന് സെയിം ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്.
സ്റ്റാൻഡേർഡ് ടൈം വർക്ക് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ബോണസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ടൈം സേവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസം അതിൻ്റെ ഇക്വേഷനിലാണ്. ടൈം ടേക്കൺ ഇൻറ്റു ഹവർലി റേറ്റ് ഇൻറ്റു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് പറയുന്ന മിനിമം വേജ് അഷ്വർ ചെയ്യുന്നു, എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് നല്ല റിവാർഡ് കിട്ടും, അതുപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെയാണ്. ദെൻ തേർഡ് വൺ, എമേഴ്സൺ പ്ലാന്. അണ്ടർ ദിസ് പ്ലാൻ മിനിമം വേജസ് ഈസ് ഗ്യാരണ്ടീഡ് ടു ഓൾ എംപ്ലോയി. ഇവിടെ മിനിമം വേജ് എല്ലാ എംപ്ലോയീസിനും ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈം സേവിങ്ങിൻ്റെ അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, വർക്കർ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നു, അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അവർക്ക് ബോണസ് കിട്ടുമെന്നുള്ളതാണ്. സോ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെങ്കിൽ അവർക്ക് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ മിനിമം വേജസ് ആണ് കൊടുക്കുന്നത്. സോ മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എമേഴ്സൺ പ്ലാനിൽ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. അതുപോലെ പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ഈവൻ ടു ബിഗിനേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ബിഗിനേഴ്സിന് മുതൽ ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് വരെ എന്ത് ചെയ്യുന്നു, ഇൻസെൻറ്റീവ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തേതാണ് ബീഡെക്സ് പ്ലാന്. ഇത് പ്രകാരം പറയുന്നത് ഇവിടെ എംപ്ലോയിക്ക് മാത്രമല്ല ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഇൻസെൻറ്റീവ് കിട്ടുന്നത്, മറിച്ച് ഒരു വർക്ക് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ ചെയ്തു തീർക്കുന്ന എംപ്ലോയിക്കും അല്ലെങ്കിൽ വർക്കർക്കും അയാളെ സൂപ്പർവൈസ് ചെയ്തിട്ടുള്ള സൂപ്പർവൈസർക്കും എന്ത് ചെയ്യും, ബോണസ് കിട്ടുമെന്നുള്ളതാണ്. ആ ബോണസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അതായത് വർക്കർക്ക് 3 ആണെങ്കിൽ സൂപ്പർവൈസർക്ക് 1 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് ചെയ്യുക, ഇവിടെ കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ സൂപ്പർവൈസറെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഈ പ്ലാനിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവാണ് അടുത്തത്. അതിൽ ഒന്നാമത്തേതാണ് ടൈലേഴ്സ് ഡിഫറൻറ്റ് പീസ് റേറ്റ് സിസ്റ്റം. FW ടൈലർ, ഫെഡറിക് വിൻസ്ലോ ടൈലർ, ഫാദർ ഓഫ് ദി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അയാൾ കൊണ്ടുവന്നിട്ടുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ടൈലേഴ്സ് ഡിഫറൻറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഈ മെത്തേഡ് പ്രകാരം മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് സ്റ്റാൻഡേർഡ് വർക്ക് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസ് ഓഫ് ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം സ്റ്റഡിയുടെയും മോഷൻ സ്റ്റഡിയുടെയും അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് ടൈമും സ്റ്റാൻഡേർഡ് വർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഇഫ് എ വർക്കർ കംപ്ലീറ്റ്സ് ദ ടാസ്ക് ഇൻ ദി സ്റ്റാൻഡേർഡ് ടൈം, ഒരു വർക്കർ അയാളുടെ ജോലി സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നുവെങ്കിൽ ഹി ഈസ് പെയ്ഡ് എ ഹയർ റേറ്റ്. അയാൾക്ക് എന്ത് ചെയ്യും, ഹയർ റേറ്റ് എന്ത് ചെയ്യും, കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ എ ലോവർ റേറ്റ് ഈസ് പെയ്ഡ് ഇഫ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ടേക്കൺ. സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ സമയം എന്ത് ചെയ്യുന്നു, ഒരാൾ എടുക്കുന്നുവെങ്കിൽ അയാൾക്ക് ലോവർ റേറ്റ് ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് മിനിമം വേജ് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എഫിഷ്യൻറ്റ് വർക്കേഴ്സിനാണ് ഇതിൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ദെൻ ഗാൻസ് ടാസ്ക് സിസ്റ്റമാണ് അടുത്തത്. അണ്ടർ ദിസ് സിസ്റ്റം മിനിമം വേജസ് ആർ ഗ്യാരണ്ടീഡ് ഫോർ ടേക്കിംഗ് സ്റ്റാൻഡേർഡ് ടൈം ഓർ മോർ. എ പേഴ്സൺ ടേക്കിംഗ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ടൈം ഈ ഗെറ്റ്സ് ടൈം വേജസ് പ്ലസ് ബോണസ്. സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഒരു പേഴ്സൺ തൻ്റെ ജോലി തീർക്കുന്നത് എങ്കിൽ അയാൾക്ക് വേജസ് പ്ലസ് ബോണസ് നൽകുന്ന ഒരു മെത്തേഡാണ് ഗാൻസ് ടാസ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ മെത്തേഡാണ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. മെറിക്കിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റമാണ് അടുത്തത്. In this case, the workers producing less than 83% of the standard output. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും 83% കുറവാണ്, 83% കുറവാണ് ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് ബേസിക് പീസ് റേറ്റിലാണ് പേയ്മെൻറ്റ് നൽകുക. നെക്സ്റ്റ് വൺ, ദോസ് പ്രൊഡ്യൂസിങ് ഫ്രം 83% to 100% ഓഫ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ 83% മുതൽ 100% വരെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ 110% എന്ത് ചെയ്യും, അവർക്ക് ബേസിക് പീസ് റേറ്റിൻ്റെ 110% കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് പറയുന്നത്.
മൂന്നാമത്തെ വർക്കേഴ്സ് പ്രൊഡ്യൂസിങ് മോർ ദാൻ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ 120%, 120%, ബേസിക് പീസ് റേറ്റിൻ്റെ 120% വെച്ചിട്ട് എന്ത് ചെയ്യും, പേയ്മെൻറ്റ് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് മെറിക്സിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്, ഇൻസെൻറ്റീവ് സിസ്റ്റമാണ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സിസ്റ്റമാണ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൽ 2 കേസ് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ 2 ടൈം ബേസ്ഡ് ആയിട്ടും പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റം. ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത് ഒന്നാമത്തേത് പ്രീസ്മാൻ പ്ലാനാണ്. അതായത് എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സഡ് ഫോർ ദി എൻറ്റയർ ഫാക്ടറി. മൊത്തം ഫാക്ടറിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ പ്രൊഡക്ഷൻ എക്സീഡ് ദ സ്റ്റാൻഡേർഡ്, ബോണസ് ഈസ് പെയ്ഡ്. മൊത്തം ഫാക്ടറിയിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബോണസ് എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യും, പെയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. സെക്കൻഡ് വണ് സീലോൺ പ്ലാൻ എന്നുള്ളതാണ് പറയുന്നത്. ദിസ് പ്ലാൻ പ്രൊവൈഡ്സ് 1% പാർട്ടിസിപ്പേറ്ററി ബോണസ് ഫോർ എവരി 1% ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ടിവിറ്റി. ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത 1% കൂടുകയാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, 1% പാർട്ടിസിപ്പേറ്ററി ബോണസ് എല്ലാവർക്കും കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഈ പറയുന്ന സീലൻ പ്ലാൻ പ്രകാരം ഈ ഇൻസെൻറ്റീവ് കിട്ടുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിന് കിട്ടില്ല. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനൊഴികെയുള്ള മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും, ഇതിൻ്റെ ബെനഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. ഈ ഇൻസെൻറ്റീവിൻ്റെ ബെനഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് വരുന്നതാണ് കോ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അണ്ടർ ദിസ് സ്കീം ദ എംപ്ലോയീസ് ആർ ഓഫേർഡ് ഷെയർസ് ഓഫ് ദി എൻ്റർപ്രൈസ് അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ്. കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ആ സ്ഥാപനത്തിൻ്റെ ഷെയർസ് ഓഫർ ചെയ്യുന്നതാണ് ഏത്, കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന മെത്തേഡാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത്. ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, നിശ്ചിത കാലയളവിൽ എന്ത് ചെയ്യും, അത് എംപ്ലോയീസിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ഇത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത്. അത് കറൻറ്റ് പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫേർഡ് പ്രോഫിറ്റ് ആയിരിക്കാം എന്നുള്ളതാണ്. ആക്ച്വലി ഡെഫേർഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യും ഓരോ വർക്കർക്കും. അതെങ്ങനെയാണ്, അയാളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്കോ പെൻഷൻ അക്കൗണ്ടിലേക്കോ ഒക്കെ എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ടാണ് ഈ പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മെനി സ്മോളർ കമ്പനീസ് ആർ യൂസിങ് സോഫ്റ്റ് ബെനിഫിറ്റ്സ് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ഗുഡ് വർക്കേഴ്സ്. ഒട്ടുമിക്ക വലിയ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ കമ്പനികൾ അവർ സോഫ്റ്റ് ബെനിഫിറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വർക്കേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബെനിഫിറ്റ്സ് ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാവാം, ഹോളിഡേയ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാവാം, ലോ കോസ്റ്റ് മീല് കുറഞ്ഞ ചിലവിലുള്ള ഭക്ഷണം നൽകുന്നതാവാം, കുറഞ്ഞ ചിലവുള്ള വീട് നൽകുന്നതാവാം. ഇങ്ങനെ വ്യത്യസ്തമായ സൗകര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റുകൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് ഇത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളാണിത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബെനിഫിറ്റ്സുകളിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ്. The benefit is given to employees in addition to their normal wages allowance are called fringe benefits. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന വേജിനേക്കാളും വേജ് അല്ലെങ്കിൽ അലവൻസ് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നൽകുന്ന ബെനിഫിറ്റുകളെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് മോട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫോർ എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, നല്ല ഇൻഡസ്ട്രിയൽ റിലേഷന് വേണ്ടിയിട്ട്, നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ടു ക്രിയേറ്റ് എ ബെറ്റർ ഇമേജ് അബൌട്ട് ദ കമ്പനി എമംഗ് പബ്ലിക്, പൊതുജനങ്ങൾക്കിടയിൽ കമ്പനിയെക്കുറിച്ച് നല്ലൊരു പേര്, മതിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി എന്തെല്ലാം തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളാണ് ബിസിനസ് ഫേം ഓഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഒരാൾ റിട്ടയർ ആയാൽ, വിരമിച്ചാൽ, ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, പെൻഷന്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബെനിഫിറ്റുകളാണ് മറ്റുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്.
ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബെനിഫിറ്റ്സ്, ആരോഗ്യകരമായിട്ടുള്ള സഹായങ്ങൾ, ഇൻഷുറൻസുകൾ, മറ്റുള്ള സാധനങ്ങളൊക്കെ, ഇൻഷുറൻസ്, മറ്റുള്ള ഫെസിലിറ്റീസ്, ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ വരും, സേഫ്റ്റി ബെനിഫിറ്റ്സ് ഒക്കെ അതിൽ വരും. അതുപോലെ പിന്നെ പേയ്മെൻറ്റ് ഫോർ സിക്ക് ലീവ്, അല്ലെ സിക്ക് ലീവിനൊക്കെയുള്ള പേയ്മെൻറ്റ്, മെറ്റേണിറ്റി ലീവ്, വെക്കേഷൻ പേ, ഇതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. അതായത് ഒരു എംപ്ലോയി എന്താണ്, പ്രഗ്നൻ്റ് ആണ്. സോ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഒരു 2 മാസമോ 3 മാസമോ 6 മാസമോ ഒക്കെ എന്ത് ചെയ്യുക, ലീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ വെക്കേഷൻ പേ, വെക്കേഷൻ എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക, വെക്കേഷൻ സാലറി കൊടുക്കുക. വെക്കേഷൻ ആണെങ്കിലും ആ വെക്കേഷനിൽ എന്ത് ചെയ്യുക, എംപ്ലോയീസിന് എക്സ്പെൻസുകൾ ഉണ്ടാവും, അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ പേ കൊടുക്കുക. അത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് ആണ് മറ്റൊന്ന്. അതായത് തൊഴിലാളിയുടെ മക്കൾക്ക് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. റിക്രിയേഷൻ ഇടയ്ക്കിട്ട് എന്ത് ചെയ്യുക, ആനന്ദകരമാക്കുന്ന രീതിയിലുള്ള പാർക്ക് സൗകര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, പലിശരഹിതമായിട്ടുള്ള വായ്പകൾ എംപ്ലോയീസിന് ലഭ്യമാക്കുക എന്നൊക്കെയുള്ളത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ പെട്ടതാണ്. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.